കോൺഗ്രസിനകത്തെ സംഘടനാ പ്രതിസന്ധി രൂക്ഷമാകുന്നു. കെ മുരളീധരനെ പിന്തുണച്ച് എ ഗ്രൂപ്പ് രംഗത്തെത്തി. KPCC പ്രസിഡന്റ് VM സുധീരന് എ ഗ്രൂപ്പ് നേതാക്കൾ കത്തയച്ചു. പ്രതിപക്ഷം പരാജയമാണെന്ന് പറഞ്ഞ മുരളീധരനെ വിമർശിച്ച രാജ്മോഹൻ ഉണ്ണിത്താനെ നിലയ്ക്ക് നിർത്തണമെന്നാണ് കത്തിൽ എ ഗ്രൂപ്പിന്റെ ആവശ്യം. അതിനിടെ പ്രതിപക്ഷ പാർട്ടികളുടെ പരാജയം ചൂണ്ടിക്കാട്ടി RSPയും പ്രതിപക്ഷത്തുള്ള RSPയും ഒപ്പം മുസ്ലിം ലീഗും രംഗത്തെത്തിയിട്ടുണ്ട്. സമഗ്ര വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി MR സജേഷ് ചേരുന്നു. സജേഷ്, ഏറ്റവും പുതിയത് കരുണാകരന്റെ മകനെ കെ മുരളീധരനെ അനുകൂലിച്ച് എ ഗ്രൂപ്പ് രംഗത്തെത്തിയിരിക്കുന്നു. രാജ്മോഹൻ ഉണ്ണിത്താന് ശക്തമായ താക്കീത് നൽകണമെന്ന് സുധീരന് കത്ത്. അജിംഷാദ്, DCC പുനഃസംഘടനയ്ക്ക് ശേഷം കോൺഗ്രസിലുണ്ടായിട്ടുള്ള പൊട്ടിത്തെറി അത് കനക്കുകയാണ്. കെ മുരളീധരൻ ഇന്നലെ പ്രതിപക്ഷ നേതാവിനെയും പാർട്ടി സംവിധാനത്തെയും പരസ്യമായി വെല്ലുവിളിച്ച് രംഗത്തെത്തിയിരുന്നു. അതിനെ അനുകൂലിച്ച് ഇപ്പോൾ എ ഗ്രൂപ്പ് VM സുധീരന് കത്തയച്ചിരിക്കുകയാണ്. കെ മുരളീധരനെതിരെ ഇന്നലെ പാർട്ടി വക്താവ് സ്ഥാനത്തിരുന്നുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് പാർട്ടിയുടെ അഭിപ്രായമാണോ എന്ന് VM സുധീരൻ വ്യക്തമാക്കണമെന്നാണ് എ ഗ്രൂപ്പ് കത്തിലൂടെ ആവശ്യപ്പെടുന്നത്. മുരളീധരനെ അപമാനിക്കുന്ന തരത്തിലായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രസ്താവന. രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ നടപടിയാണ് എ ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നത്. എ ഗ്രൂപ്പിന്റെ പ്രധാന നേതാവായിട്ടുള്ള KC ജോസഫ് തന്നെയാണ് ഈ കത്ത് VM സുധീരൻ അയച്ചിട്ടുള്ളത്. വളരെ ശക്തമായ ഭാഷയിലാണ് ഇക്കാര്യത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ വിമർശിക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താനെ വിമർശിക്കുമ്പോൾ VM സുധീരനെ തന്നെയാണ് എ ഗ്രൂപ്പ് ലക്ഷ്യം വെക്കുന്നത്. ഇന്നലെ VM സുധീരനെയും പാർട്ടി സംവിധാനത്തെയും വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു കെ മുരളീധരൻ രംഗത്തെത്തിയത്. പാർട്ടി പ്രസ്താവനയിൽ മാത്രം ഒതുങ്ങുന്ന പാർട്ടിയായി മാറുന്നു, പാർട്ടി പരിപാടികളോ സമരപരിപാടികളോ നടക്കുന്നില്ല എന്ന അഭിപ്രായമായിരുന്നു മുരളീധരൻ പരസ്യമായി തന്നെ ഉന്നയിച്ചത്. ഇക്കാര്യത്തിൽ ഐ ഗ്രൂപ്പിന്റെ നിലപാട് കൂടി വ്യക്തമാവുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനവും അല്പസമയത്തിനുള്ളിൽ നടക്കും. ഇക്കാര്യത്തിൽ എ ഗ്രൂപ്പും കെ മുരളീധരനും ഒന്നിച്ചു നിന്നുകൊണ്ട് സുധീരനെ നേരിടുന്നു എന്ന തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. ഘടകകക്ഷികളും ഇതിൽ കക്ഷി ചേരുകയാണ്. ഇന്ന് രാവിലെ തന്നെ മുസ്ലിം ലീഗ് മുരളീധരനെ അനുകൂലിച്ചുകൊണ്ട് മുരളീധരന്റെ പ്രസ്താവന ശരിവെച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അത് മറ്റ് ഘടകകക്ഷികളുടെ കൂടി അഭിപ്രായമാണ്. അജിംഷാദ്, അത് തന്നെയാണ് സജേഷ്. അതായത് ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറിമറിയുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ വായിച്ചെടുക്കേണ്ടത്. ഒരുപക്ഷേ ഉണ്ണിത്താനെതിരായി ഉയർത്തിയിരിക്കുന്ന ഈ ശബ്ദം VM സുധീരൻ അടക്കമുള്ള ഇവർക്ക് ഒരു താക്കീത് കൂടിയാണ്. എ ഗ്രൂപ്പ് അത്തരത്തിൽ നീങ്ങുമ്പോൾ ഒപ്പം ഐ ഗ്രൂപ്പിനെയും വിശാല ഐ ഗ്രൂപ്പിനെയും ഒക്കെ കൈപിടിക്കുന്നു എന്നുള്ള സമവാക്യമാണ് ഏറ്റവും പുതിയ ഈ സംഭവവികാസങ്ങളിൽ നിന്നും കാണേണ്ടത്, അല്ലേ? അജിംഷാദെ, ഇക്കാര്യത്തിൽ ഐ ഗ്രൂപ്പ് ഈ തരത്തിലൊരു പരസ്യ വിമർശനം അംഗീകരിക്കുന്നില്ല. എന്തെന്നാൽ കെ മുരളീധരന്റെ ഇന്നലത്തെ വാക്കുകളിൽ VM സുധീരന് മാത്രമല്ല പ്രതിപക്ഷത്തെ ആകെ കുറ്റപ്പെടുന്ന തരത്തിലാണ്, പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനങ്ങളും കുറ്റപ്പെടുത്തുന്ന തരത്തിലാണ് വ്യാഖ്യാനങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. അതിന് മറുപടി പറയുക എന്ന ഉദ്ദേശവും ഐ ഗ്രൂപ്പിനുണ്ട്. അതിന്റെ ഭാഗമായി അല്പസമയത്തിനുള്ളിൽ രമേശ് ചെന്നിത്തല നേരിട്ട് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുമുണ്ട്. അത് മുരളീധരന് മറുപടി പറയുക എന്ന ഉദ്ദേശം തന്നെയാണുള്ളത്. അതേസമയം എ ഗ്രൂപ്പും കെ മുരളീധരനും കൈകോർക്കുന്നു. മുരളീധരൻ സുധീരനെ ലക്ഷ്യം വെച്ച് പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകളും എ ഗ്രൂപ്പും ശരിവെക്കുന്നു. മുരളീധരനെതിരെ രംഗത്ത് വന്ന രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ നടപടിയാണ് എ ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നത്. പാർട്ടി വക്താവ് സ്ഥാനത്തിരുന്ന് എന്തും വിളിച്ചു പറയുന്ന നിലപാട്, കെ മുരളീധരനെ അപമാനിക്കുന്ന നിലപാട്, അത് അംഗീകരിക്കാനാകില്ലെന്ന് എ ഗ്രൂപ്പ് അയച്ച കത്തിൽ VM സുധീരനോട് ആവശ്യപ്പെടുന്നു. രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ നടപടിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അജിംഷാ, അത് തന്നെയാണ്. അതായത് പരസ്യമായി പാർട്ടിയുടെ അച്ചടക്കവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞ മുരളീധരനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് എ ഗ്രൂപ്പ് രംഗത്തെത്തുന്നു. കൃത്യമായി ഉണ്ണിത്താനുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കുറെ കൂടി പിന്നിലേക്ക് കൂടി പോകേണ്ടതില്ലേ സജസ്റ്റ്? അതായത് സുധീരന്റെ ഗ്രൂപ്പ് ശക്തമായി അവരോധിക്കുന്ന ഒരു ഘട്ടത്തിലൊക്കെയും ഇത്തരത്തിൽ എയും ഐയും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള നീക്കം സാധ്യമായിട്ടുണ്ട്. ഒരുപക്ഷെ മുരളീധരന്റെ ഈ വിഷയത്തിലുള്ള എ ഗ്രൂപ്പിന്റെ സമീപനം അത്തരം നീക്കങ്ങൾക്ക് കൂടി സാധൂകരണം നൽകുന്നതല്ലേ? അജിംഷാദ്, ഇക്കാര്യത്തിൽ DCC പുനഃസംഘടനയ്ക്ക് ശേഷം എ ഗ്രൂപ്പും സുധീരനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വളരെ പരസ്യമായി തന്നെ രംഗത്ത് വന്നതാണ്. ഉമ്മൻചാണ്ടി സുധീരനെയും ഒരാൾ വരെ ഹൈക്കമാൻഡിനെയും കൂടി വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ നീങ്ങുന്നത്. രാഷ്ട്രീയകാര്യ സമിതി എന്ന ഹൈക്കമാൻഡ് നിയോഗിച്ച സമിതിയിൽ നിന്നും ഉമ്മൻചാണ്ടി വിട്ടുനിൽക്കുന്നു. ആ ഘട്ടത്തിലാണ് കെ മുരളീധരൻ കൂടി എ ഗ്രൂപ്പിന്റെ ഈ നീക്കങ്ങൾക്ക് ഒപ്പം വരുന്നത്. അത് എ ഗ്രൂപ്പിന് ഒപ്പം നിന്നുകൊണ്ടുള്ള പരസ്യമായ അഭിപ്രായ പ്രകടനവും ഇന്നലെ കെ മുരളീധരൻ നടത്തി. പാർട്ടി സംവിധാനം ആകെ തകർന്നിരിക്കുന്നു, പാർട്ടി പരിപാടികൾ നടക്കുന്നില്ല. VM സുധീരനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരസ്യ വാക്പ്രകടനമായിരുന്നു ഇന്നലെ കെ
മുരളീധരൻ നടത്തിയത്. അതിനെതിരെ VM സുധീരൻ പക്ഷത്തു നിന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ മുരളീധരൻ വിമർശിച്ച് രംഗത്തെത്തി. ആ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ നടപടി വേണമെന്നാണ് ഇപ്പോൾ എ ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നത്. എ ഗ്രൂപ്പും കെ മുരളീധരനും ഇക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കുന്നുവെന്ന വ്യക്തമായ സൂചനകളാണുള്ളത്. ഐ ഗ്രൂപ്പിനെ പിളർത്തി എ ഗ്രൂപ്പിനൊപ്പം നിർത്തി ശക്തമാകുക എന്ന, ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്തുക എന്ന ഉമ്മൻചാണ്ടിയുടെ സമവാക്യം തന്നെയാണ് ഇവിടെ വിജയിക്കുന്നത്. അജിംഷാദ്, ഒരു പക്ഷേ സജേഷ്, കോൺഗ്രസിനുള്ളിലെ ഈ ഭിന്നത ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ DCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട അതൃപ്തി ഉമ്മൻചാണ്ടി തന്നെ പരസ്യമായി അറിയിച്ചതാണ്. അങ്ങനെ ഉമ്മൻചാണ്ടി പരസ്യമായി അറിയിക്കുന്നതിന് പിന്നാലെ വിവിധ കോണുകളിൽ നിന്നും ഇത്തരത്തിലുള്ള ശേഖരണങ്ങൾ ഉണ്ടാകുന്നു. അതിനുശേഷം ഇപ്പോൾ മുരളിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ സ്വാഭാവികമായി പ്രതികരിച്ചു എന്ന് പറയാവുന്ന ഉണ്ണിത്താനെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് അറ്റാക്ക് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്ന മാർഗം സ്വീകരിച്ചുകൊണ്ടാണ് എ ഗ്രൂപ്പ് രംഗത്തേക്ക് എത്തുന്നത്. ഒപ്പം നാം കാണേണ്ട വലിയ കാര്യം RSPയും മുസ്ലിം ലീഗ് എന്ന UDFിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയും ഇത്തരത്തിൽ അസ്വാരസ്യങ്ങളും അതൃപ്തിയുമായി രംഗത്തെത്തി എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ നീക്കമൊക്കെ കോൺഗ്രസിനുള്ളിലെ ഒരു ചേരിക്കെതിരെയാണ് എന്ന് വിലയിരുത്തുന്നതിൽ തെറ്റില്ല. അങ്ങനെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും സൂചിപ്പിക്കുന്നത്. തീർച്ചയായും VM സുധീരൻ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ആ നീക്കങ്ങളിൽ ഘടകകക്ഷികളും കക്ഷി ചേരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ശക്തമായ ഗ്രൂപ്പ് പ്രവർത്തനവുമായി എ ഗ്രൂപ്പ് രംഗത്ത് വന്നിരുന്നു. എ ഗ്രൂപ്പിന്റെ താഴേക്കിടയിലേക്ക് പോലും ശക്തമായ സന്ദേശം തന്നെ ചെന്നിട്ടുണ്ട്. നിലവിൽ DCC പുനഃസംഘടനയ്ക്ക് ശേഷമുള്ള ആദ്യ DCC മീറ്റിങ്ങുകളിലൊന്നും എ ഗ്രൂപ്പ് പങ്കെടുക്കുന്നില്ല. ആലപ്പുഴയിൽ നടന്ന മീറ്റിങ്ങുകളിൽ പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള PC വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ളവർ മാറി നിന്നു. തിരുവനന്തപുരത്ത് നടന്ന മീറ്റിങ്ങിലും സമാനമായ രീതിയിലായിരുന്നു. DCC പരിപാടികളിലും പാർട്ടിയുടെ പരിപാടികളിൽ നിന്നും എ ഗ്രൂപ്പ് മാറി നിൽക്കുന്നു. അതിശക്തമായ ഗ്രൂപ്പ് പ്രവർത്തനം എ ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ആ പ്രവർത്തനങ്ങളെ പിന്തുണച്ച് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്ത് വരുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും സവിശേഷമായ കാര്യം. ഉമ്മൻചാണ്ടി അതിശക്തമായ ഗ്രൂപ്പ് പ്രവർത്തനവുമായി രംഗത്തിറങ്ങിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമായതാണ്. ഉമ്മൻചാണ്ടി നേരിട്ട് തന്നെ ഇക്കാര്യത്തിൽ ചില നിർദ്ദേശങ്ങളും താഴെ തട്ടിലേക്ക് നൽകിയിരുന്നു. ഉമ്മൻചാണ്ടി നേരിട്ട് രാഷ്ട്രീയകാര്യ സമിതി ഉൾപ്പെടെയുള്ള പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടുനിന്നു. സുധീറിനോടുള്ള ശക്തമായ പ്രതിഷേധം, ഹൈക്കമാൻഡിലുള്ള പ്രതിഷേധം ആ രീതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിൽ എ ഗ്രൂപ്പിന്റെ നിലപാടുകളെ പിന്തുണച്ച് പാർട്ടി സംവിധാനത്തെ ആകെ തള്ളി പറഞ്ഞുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോകുന്നില്ലെന്ന പരസ്യമായ അഭിപ്രായ പ്രകടനവുമായാണ് കെ മുരളീധരൻ ഇന്നലെ രംഗത്ത് വന്നത്. മുരളീധരനെ അനുകൂലിച്ച് എ ഗ്രൂപ്പും നിലപാട് ശക്തമാക്കുന്നു. എ ഗ്രൂപ്പ് VM സുധീരന് കത്തയച്ചു. മുരളീധരനെ അപമാനിച്ച രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ നടപടി വേണമെന്ന് എ ഗ്രൂപ്പ് ആവശ്യപ്പെടുമ്പോൾ VM സുധീരനെ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. കെ മുരളീധരന്റെ ഇന്നലത്തെ വാക്കുകളിലും ഗ്രൂപ്പ് ശക്തമാകുമ്പോൾ മാത്രമേ പാർട്ടി ശക്തമാകൂ എന്ന വാക്കാണ് കെ മുരളീധരൻ ഇന്നലെയും ഉപയോഗിച്ചിട്ടുള്ളത്. എ പക്ഷം അതിശക്തമായ ഗ്രൂപ്പ് പ്രവർത്തനത്തിലേക്ക് നീങ്ങുന്നു. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എ ഗ്രൂപ്പ് പറഞ്ഞെടുത്ത് കാര്യങ്ങൾ ഉറപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ശക്തിയിലേക്ക് ഗ്രൂപ്പിനെ കൊണ്ടുവരിക എന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത്. അതിൽ ഘടകകക്ഷികളും കക്ഷി ചേരുന്നു. ഇന്ന് ലീഗ് മുരളീധരന്റെ നിലപാടിനെ പരസ്യമായി പിന്തുണച്ചിരുന്നു. സമാനമായ അഭിപ്രായം മറ്റു ഘടകകക്ഷികൾക്കുമുണ്ട്. അജിംഷാദ്, അത് തന്നെയാണ് സജേഷ്. ഒരുപക്ഷെ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് രാഷ്ട്രീയങ്ങളുടെയും ഗ്രൂപ്പ് സമവാക്യങ്ങളെ പോലും അട്ടിമറിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എ ഗ്രൂപ്പിനെ പിന്തുണച്ചുകൊണ്ട് കെ മുരളീധരനെ പിന്തുണച്ചുകൊണ്ട് എ ഗ്രൂപ്പ് രംഗത്തെത്തുന്നു. ശക്തമായ വിമർശനം രാജ്മോഹൻ ഉണ്ണിത്താനോട് നടത്തുന്നു. ഒപ്പം രാജ്മോഹൻ ഉണ്ണിത്താനെ നിലയ്ക്ക് നിർത്തണം. പാർട്ടിയുടെ ഔദ്യോഗികമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ടത് ആരാണ്? അത് പ്രസിഡന്റാണ്, പാർട്ടി അധ്യക്ഷനാണ്, അല്ലാതെ വക്താവല്ല. ഉണ്ണിത്താനെതിരെ ശക്തമായ വിമർശനം. ഒപ്പം മുരളിയും ആ തീക്ക് ശക്തി പകർന്നുകൊണ്ട് മുരളീധരനും രംഗത്തെത്തിയിട്ടുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ താൻ പറഞ്ഞ കാര്യങ്ങളൊന്നും, ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളൊന്നും പിൻവലിക്കാൻ തയ്യാറല്ല. ഒപ്പം ഉണ്ണിത്താനെതിരായ ശക്തമായ നിലപാടുകൾ പറയുന്നു. അനാശാസ്യം നടത്തുക വഴി പാർട്ടിയെ കരിവാരിത്തേച്ചത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ആ രീതിയിലേക്ക് വ്യക്തിപരമായി പോലും ആക്രമിക്കുന്ന രീതികൾ രൂപപ്പെടുകയാണ്. ഈ ഘട്ടത്തിലാണ് എ ഗ്രൂപ്പ് മുരളീധരനെ അനുകൂലിച്ചും രാജ്മോഹൻ ഉണ്ണിത്താനെ എതിർത്തുകൊണ്ടും സുധീരന് കത്ത് അയച്ചിരിക്കുന്നത്. ഭാസുരേന്ദ്ര ബാബു, രാഷ്ട്രീയ നിരീക്ഷകൻ കൂടി ഈ ഘട്ടത്തിൽ ചേരുന്നു. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഭരിക്കുന്ന ഘട്ടത്തിലല്ല, പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാകുന്നത്. ആരെ ലക്ഷ്യം വെച്ചാണിത്? കെ കരുണാകരന്റെ മകനെ പിന്തുണച്ച് സാക്ഷാൽ എ ഗ്രൂപ്പ് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം. ശ്രീ ഭാസുരേന്ദ്ര ബാബു.
അല്ല, രാഷ്ട്രീയത്തിൽ പലപ്പോഴും വിചിത്രമായ സംയോഗങ്ങളും യോഗങ്ങളും സംഭവിക്കുക സ്വാഭാവികമാണ് അജിംഷാദ്. അക്കാര്യത്തിൽ എനിക്ക് അത്ഭുതമില്ല. പക്ഷേ താങ്കൾ സൂചിപ്പിച്ചതുമാതിരി ഭരിക്കുമ്പോഴല്ല, പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് അനൈക്യം ഉണ്ടായിരിക്കുന്നത്. ഭരിക്കുമ്പോൾ സംഭവിക്കേണ്ട ചോദ്യങ്ങൾ, ഉന്നയിക്കേണ്ടിയിരുന്ന ചോദ്യങ്ങൾ ഉന്നയിക്കാതിരുന്നാൽ ഒരു പ്രസ്ഥാനത്തിന് സംഭവിക്കുന്ന ഗതികേടാണ് കോൺഗ്രസിന് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് ആസന്നമാക്കി തീർത്തിരിക്കുന്നത് സംസ്ഥാനത്തെ വിവിധ DCC പ്രസിഡന്റുമാരെ നിയോഗിച്ച കാര്യത്തിനകത്ത് ഇവിടുത്തെ AI ഗ്രൂപ്പുകൾക്ക് കാര്യമായ പ്രാതിനിധ്യം ലഭിച്ചില്ല, അല്ലെങ്കിൽ മുൻതൂക്കം അവർക്ക് ലഭിച്ചില്ല. ഹൈക്കമാൻഡിനെ ഒരുപക്ഷെ അവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഹൈജാക്ക് ചെയ്യാൻ ഒരുപക്ഷെ PM സുധീരനും AK ആന്റണിക്കും കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ ഒരു റിപ്പർക്കഷനാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. മുരളീധരനിലൂടെ അത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഒരുപക്ഷെ കോൺഗ്രസ് എയിലെ ആൾക്കാരെക്കാൾ കൂടുതൽ വിശ്വാസ്യത ഇപ്പോൾ മുരളീധരൻ ഉണ്ടായിരിക്കുന്നു എന്നതാണ്. ഇത് തന്നെ ഉമ്മൻചാണ്ടി പറഞ്ഞാൽ കൊതിക്കുറിവായി നമുക്ക് തോന്നുന്നു, KC ജോസഫ് പറഞ്ഞാൽ കൊതിക്കുറിവായി തോന്നുന്നു. അപ്പോൾ ഇവരെ എല്ലാവരും ചേർന്ന് മുരളീധരനെ മുന്നിൽ നിർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മുരളീധരൻ ആ സാഹചര്യം മുതലെടുക്കുകയും ചെയ്യുന്നു തനിക്ക് അനുകൂലമായി. ഇത് അധികാരത്തിലിരുന്ന സമയത്തായിരുന്നു സംഭവിച്ചിരുന്നത് എങ്കിൽ ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അപജയിക്കപ്പെട്ട കാലത്തെ ചോദ്യം ചെയ്തിരുന്നുവെങ്കിൽ കാര്യങ്ങൾ വ്യത്യസ്തമാകുമായിരുന്നേനെ. അന്ന് ചെയ്യാതിരിക്കുന്ന അവസ്ഥയ്ക്ക് വലിയ വില ഇപ്പോൾ കോൺഗ്രസ് നൽകുന്നു. ഉമ്മൻചാണ്ടിയെ കൂടെ നിർത്തി എത്ര നാൾ കോൺഗ്രസിന് അതിന്റെ എന്താ പറയാ നഷ്ടപ്രതാപം മുന്നെടുക്കാൻ കഴിയുമെന്ന് സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു നവീകരണ പ്രക്രിയക്ക് അത് മുതിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ മുതിരുമ്പോൾ അതിന് ഇവിടെ ഇപ്പോൾ നിലവിലുള്ള നേതൃത്വത്തിനെതിരായി മുന്നിലോട്ട് വരുന്നത് AK ആന്റണിയും സുധീരനുമാണ്. മറുവശത്ത് ഈ പറഞ്ഞത് മാതിരി ഉമ്മൻചാണ്ടിയും അതേമാതിരി തന്നെ രമേശ് ചെന്നിത്തലയും ഒക്കെ ഉണ്ടാകാം. അങ്ങനെ വരുമ്പോൾ ആര് ജയിക്കും ആര് തോൽക്കുമെന്നൊന്നും പറയാനാകില്ല. പക്ഷേ കോൺഗ്രസിനകത്തെ ഈ വടംവലി മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളിലേക്ക്, പ്രത്യേകിച്ച് ലീഗിലേക്ക് രണ്ടാമത്തെ കക്ഷിയാണ്, പിന്നെ RSP അത്ര വലിയ കക്ഷിയൊന്നുമല്ല, അവരിലേക്ക് കൂടി പടർന്നു പിടിച്ചിരിക്കുന്നു എന്നതിനകത്ത് മനസ്സിലാക്കുന്നത് പൂർണ്ണമായും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെയാണെങ്കിൽ ഭരണപക്ഷം പൂർണ്ണമായും സ്റ്റെയർ ചെയ്യപ്പെട്ടിരിക്കുന്നു. അവർ പൂർണ്ണമായും വിടുതൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസ് ഇനി കോൺഗ്രസിനകത്തുള്ള വഴക്കുകളിലൂടെയും UDF അതിനകത്തുള്ള വഴക്കുകളിലൂടെയും കുറച്ചു നാൾ കൂടി ജീവിക്കും എന്ന് വേണം കരുതാൻ. അത് തന്നെയാണ് ബാബു സാർ, ശ്രീ ബാസുരേന്ദ്ര ബാബു. അതായത് നോക്കൂ, ഹൈക്കമാൻഡ് AK ആന്റണിയുടെയും സുധീരന്റെയും ഹൈക്കമാൻഡിന്റെ പിന്തുണ സുധീരന് ലഭിക്കുന്നു, സുധീര പക്ഷത്തിന് അത്തരത്തിലൊരു മേൽക്കൈ നേടാനാകുന്നു എന്ന് തുടങ്ങിയ ഘട്ടങ്ങളിലൊക്കെയും ഈ വിധത്തിൽ Aയും Iയും താങ്കൾ പറഞ്ഞതുപോലെ സമവാക്യങ്ങൾ തെറ്റിച്ച് യോജിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. DCC പ്രസിഡന്റുമാരുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള അതൃപ്തി ഉമ്മൻചാണ്ടി പരസ്യമായി അറിയിക്കുന്നു. ഇതിന് ശേഷം വന്ന രാഷ്ട്രീയകാര്യ സമിതി ഇവരുടെ കാര്യങ്ങളൊക്കെ ശരിയാം വിധം നടക്കാൻ വേണ്ടി രൂപീകരിച്ചതിൽ പോലും ഇടങ്കോലിട്ട് ഉമ്മൻചാണ്ടി രംഗത്തെത്തുന്നു. ഇതൊക്കെ ഇന്ന് ലീഗും RSPയും മുരളീധരനെ വേറൊരു തരത്തിൽ പിന്തുണയ്ക്കുന്ന വാദഗതികളുമായി രംഗത്തുണ്ട്. UDF ആകെ ഇളകി മറിയുകയാണ്. കോൺഗ്രസിനുള്ളിലെ ഒരു കേന്ദ്രത്തിനെതിരെയാണ് ഈ നീക്കങ്ങൾ എന്നത് ഈ ഘട്ടത്തിൽ നമുക്ക് ക്രോഡീകരിക്കാനാകുമോ? അല്ല, അത് തന്നെയാണ് സംശയാതീതമായി, അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. കോൺഗ്രസുകാരെ നമുക്ക് പരിചയമുള്ള കോൺഗ്രസുകാർ തന്നെ അടക്കം പറയുന്നത് എന്താണ്, ഉമ്മൻചാണ്ടിയെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. ഈ സാഹചര്യം ഉപയോഗിച്ച് അദ്ദേഹത്തെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ തൽക്കാലം നിശബ്ദനാക്കുകയോ, ഇപ്പോൾ അദ്ദേഹം സൈഡ് ലൈൻഡ് ആണ്. കാരണം അദ്ദേഹത്തിന് ഗൗരവതരമായ പദവിയൊന്നും ഗവൺമെന്റിലോ പാർട്ടിയിലോ ഒന്നും ഇല്ലല്ലോ. അത്തരം ഒരു സാഹചര്യത്തിൽ അദ്ദേഹം സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തെ പൂർണ്ണമായും കീഴടക്കുന്ന അവസ്ഥയിലേക്ക് മുന്നോട്ടു പോകാനാണ് AK ആന്റണിയും EM സുധീരനും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കൂടെ നിർത്തുക എന്നതിൽ കവിഞ്ഞ് പഴയ അപ്രമാദിത്വം നൽകാൻ ഇനി എന്തായാലും കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചോളം അത്തരമൊരു അവസ്ഥയിലേക്ക് വരില്ല. ഇത് നന്നായി മനസ്സിലാക്കുന്നയാളാണ് മുരളീധരൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന കലങ്ങി മറിയലിലൂടെ തന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അല്ലെങ്കിൽ തനിക്ക് വേണ്ടുന്ന നിലവാരത്തിലുള്ള പദവി കോൺഗ്രസിൽ നേടിയെടുക്കാൻ അദ്ദേഹം ശ്രമിക്കുക സ്വാഭാവികമാണ്. ഏതായാലും മാറി മറിയുന്ന ഒരു അന്തരാള ഘട്ടത്തിലാണ് കോൺഗ്രസിനകത്ത് നടക്കുന്ന ധ്രുവീകരണ പ്രക്രിയ. എന്ത് വളരും എന്ത് തളരും എന്നൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. എങ്കിലും ഹൈക്കമാൻഡിന്റെ ആഭിമുഖ്യത്തിൽ AK ആന്റണിയും VM സുധീരനും തന്നെയാണ് ഈ സംഭവഗതികൾക്ക് പിന്നിലുള്ളത്. അതാകട്ടെ സുധീരന്റെയും ഇവരുടെ ഈ വിഭാഗം ആൾക്കാരുടെ കൂട്ടത്തിലുള്ള രാജ്മോഹൻ ഉണ്ണിത്താനോ അല്ലെങ്കിൽ മറ്റു ചില ആൾക്കാരോ അവരൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത്
പൂർണ്ണമായും ഉമ്മൻചാണ്ടിയുടെ പതനം തന്നെയാണ്. അതാണ് ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ പതനത്തോടൊപ്പം ഉമ്മൻചാണ്ടിയുടെ പതനം ആഗ്രഹിക്കുമ്പോൾ തന്നെ സുധീരന് അതിന്റെ മേൽക്കൈ കിട്ടാതിരിക്കാനുള്ള കൃത്യമായ നീക്കം സംഘടിച്ച് നീങ്ങുക എന്നത് എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും യോജിച്ച് നടത്തുന്നു എന്നുള്ളത് ശരി തന്നെയാണ് അല്ലേ ശ്രീ ബാസുരേന്ദ്ര ബാബു? ശ്രീ ബാസുരേന്ദ്ര ബാബു ദയവായി. അല്ല, അതിനകത്ത് അവസാന വാക്ക് പറയുന്ന അവസ്ഥയിലേക്ക്, തന്ത്രപരമായ ഒരു അവസ്ഥയിലേക്ക് എ കെ ആന്റണി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് എ കെ ആന്റണിയുടെ വാക്കുകളിലേക്ക് എത്താം. ഒരുപക്ഷെ ശ്രീ ജേക്കബ് ജോർജ് കൂടി ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, വല്ലാതെ ഇളകി മറിയുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എ ഗ്രൂപ്പ് മുരളീധരനെ പിന്തുണച്ചുകൊണ്ട് സുധീരന് കത്തയച്ചിരിക്കുന്നു, KPCC പ്രസിഡന്റിന് കത്തയച്ചിരിക്കുന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. എന്താണ് ഈ സമവാക്യ മാറ്റത്തിന്റെ ലക്ഷ്യം? അതായത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ നടക്കുന്ന കോൺഗ്രസിൽ നടക്കുന്ന ഈ പോരാട്ടത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആന്റണിയും സുധീരനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ്. നേരിട്ടുള്ള ഏറ്റുമുട്ടൽ. അതിന് കുറെ വർഷങ്ങളായിട്ടുള്ള പഴക്കമുണ്ട്. കാരണം സുധീരനെ കോൺഗ്രസിന്റെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റിയതും അല്ല. ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾ പറഞ്ഞത് ആന്റണിയും സുധീരനും എന്നാണ്. തെറ്റിയിട്ടുണ്ടോ താങ്കൾ? അല്ല, സുധീരനും ഉമ്മൻചാണ്ടിയും. അതെ, വർഷങ്ങളായിട്ട് സുധീരനെ ഒഴിവാക്കിയതൊക്കെ ഉമ്മൻചാണ്ടിയാണ് എന്നാണ് സുധീരന്റെ വാദം. സുധീരൻ അങ്ങനെയാണ് കരുതുന്നത്. അപ്പോൾ സുധീരൻ തിരിച്ചു വന്നപ്പോൾ തിരിച്ചു വരവിനെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒന്നിച്ച് എതിർത്തതാണ്. ഹൈക്കമാൻഡ് സമ്മതിച്ചില്ല. അപ്പൊ സുധീരൻ തിരിച്ചു വന്നപ്പോൾ മുതൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ വെല്ലുവിളിക്കാനും അദ്ദേഹത്തെ ചെറുതാക്കാനും ഞാനാണ് വലുത്, എന്റെ സ്ഥാനമാണ് വലുത് എന്ന് വ്യക്തമാക്കാനുമാണ് സുധീരൻ ശ്രമിച്ചത്. ആ ഒരു ഏറ്റുമുട്ടൽ, സുധീരനും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. അത് വളരെ രൂക്ഷമായ ഒരു നിലയിലേക്ക് എത്തുന്നു. കാരണം DCC അധ്യക്ഷന്മാരുടെ നിയമനത്തിൽ ഉമ്മൻചാണ്ടിക്ക് കാര്യമായ പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല എന്ന പരാതി. അതുകൊണ്ട് സുധീരനെതിരെ ഒരു തുറന്ന പോരാട്ടത്തിന് ഒരുങ്ങുകയായിരുന്നു ആന്റണി പക്ഷം. ആ സമയത്താണ്, നിർണായകമായ ആ ഒരു സമയത്താണ് കെ മുരളീധരൻ വളരെ വ്യക്തമായ ഉമ്മൻചാണ്ടി പിന്തുണയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം ഒരേ സമയത്ത് സുധീരനെയും രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവിനെയും പ്രതിക്കൂട്ടിലാക്കുന്നു. സ്വാഭാവികമായിട്ടും കോൺഗ്രസിനകത്തെ രാഷ്ട്രീയം ഇളകി മറിയുന്നു എന്ന് മാത്രമല്ല, അതിനകത്തെ ഗ്രൂപ്പുകളും ഗ്രൂപ്പ് സമവാക്യങ്ങളും ഗ്രൂപ്പ് പോരാട്ടങ്ങളും പുതിയ ഒരു പ്രതലത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു. അതാണ് ആ പുതിയ പ്രതലത്തിലേക്ക് എത്തുന്നു. നോക്കൂ, കെ കരുണാകരന്റെ മകനെ എ ഗ്രൂപ്പ് പിന്തുണച്ച് കത്തയക്കുന്നു എന്നത് ഒരുപക്ഷെ ഉണ്ണിത്താനെ ഇവിടെ മുൻനിർത്തുന്നത് കേവലം ഒരു പ്രതീകമായി മാത്രമാണ്. പാവം ഉണ്ണിത്താനെ മുൻനിർത്തി യുദ്ധം ചെയ്യുന്നതും ശരമെയ്യുന്നതും ഒക്കെ ആർക്കെതിരെയാണ്? അതെ, അതിനകത്ത് ഒരു പക്ഷത്ത് സുധീരൻ നിൽക്കുകയാണ്. KPCC അധ്യക്ഷൻ എന്ന ഒരു വലിയ പദവി അദ്ദേഹത്തിന് ഉണ്ട്. അത് അദ്ദേഹത്തിന് വലിയൊരു പിന്തുണയാണ്. അത് ഒപ്പം തന്നെ ഹൈക്കമാൻഡിന്റെ പിന്തുണയുണ്ട്. അതിനെക്കാട്ടിലും ഏറെ കേരളത്തിലെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എന്ന് നമുക്ക് പറയാവുന്ന എ കെ ആന്റണിയും സുധീരനോടൊപ്പമുണ്ട്. കാരണം എ കെ ആന്റണിയുടെ ഒത്താശയോടുകൂടി തന്നെയാണ് VM സുധീരൻ KPCC അധ്യക്ഷനായിട്ട് തിരുവനന്തപുരത്ത് എത്തുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു VM സുധീരനെ എത്ര കണ്ട് വെല്ലുവിളിക്കാനാകും? പക്ഷേ അവിടെ ഒരു സംശയമുണ്ട് ശ്രീ ജേക്കബ് ജോർജ്. അതായത് ഈ രീതിയിലൊരു വെല്ലുവിളി അവിടെ സാധ്യമാക്കാൻ ഹൈക്കമാൻഡിനോ എ കെ ആന്റണിക്കോ ഇനി കഴിയുമോ എന്നുള്ളതാണ്. കാരണം ലീഗ്, RSP അടക്കമുള്ള പാർട്ടികളൊക്കെ മുരളീധരന്റെയും ആ മുരളീധരനെ അനുകൂലിക്കുന്ന എ ഗ്രൂപ്പിന്റെയും ഉമ്മൻചാണ്ടിയും ഒക്കെ അനുകൂലിക്കുന്ന തരത്തിലേക്കുള്ള ഒരു അന്തരീക്ഷം സംജാതമാക്കിയിട്ടുണ്ട്. ഈ അന്തരീക്ഷത്തിന്റെ പിൻബലത്തിലാണ് മുരളീധരന്റെ കേവലമായ എതിർപ്പ്. അങ്ങനെയാണ് എങ്കിൽ പഴയതുപോലെ ഹൈക്കമാൻഡിന് സുധീരനെ പിന്തുണച്ചതുപോലെ ഒരു പിന്തുണ ഇനിയുള്ള ദിവസങ്ങളിൽ ആകാനാകുമോ? അങ്ങനെയാണെങ്കിൽ വളരെ ഗൗരവമായ സാഹചര്യത്തിലേക്കല്ലേ കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയം നീങ്ങുന്നത്? അതെ, കാരണം നമ്മൾ ഇന്ന് കാണുന്ന UDF അത് ഉമ്മൻചാണ്ടി തുന്നിക്കൂട്ടിയതാണ്. അതിനു മുമ്പ് UDF ഉണ്ടായിരുന്നു. അതാവട്ടെ കെ കരുണാകരൻ തുന്നിക്കൂട്ടിയതും. അത് വളരെ തന്മയത്തോടുകൂടി രാഷ്ട്രീയ ചാതുര്യത്തോടുകൂടി കെ കരുണാകരൻ ഉണ്ടാക്കിയ UDF 1994 ആ UDFന്റെ അകത്തെ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ തന്നെ കെ കരുണാകരനെതിരെ തിരിഞ്ഞു. ആന്റണി മുഖ്യമന്ത്രിയായി കരുണാകരനെ താഴെയിട്ടു. പിന്നീടുണ്ട് UDF ആന്റണി മുഖ്യമന്ത്രിയായെങ്കിലും അതിന്റെ ഒരു സ്രഷ്ടാവ് ഉമ്മൻചാണ്ടിയാണ്. ഇന്നിപ്പോൾ കാണുന്ന UDF അതിന്റെ ഒരു നല്ല നേതാവ് ഉമ്മൻചാണ്ടിയാണ്. അങ്ങനെയുള്ള ഉമ്മൻചാണ്ടിയാണ് ഒതുക്കാൻ ആന്റണി കോൺഗ്രസിനകത്തെ ഉന്നത നേതൃത്വം ശ്രമിക്കുന്നത്. അങ്ങനെ അത് വിട്ടുകൊടുക്കാൻ തയ്യാറില്ല എന്നാണ് ഘടകകക്ഷികൾ ഇന്ന് നൽകുന്ന സൂചന. തീർച്ചയായിട്ടും ഇതാണ്
കേരളത്തിലെ കോൺഗ്രസിനകത്തെയും UDF-നകത്തെയും ഈ ഉൾപിരിവുകളുടെ ഒരു അന്തസത്ത. തീർച്ചയായും ശ്രീ ജേക്കബ് ജോർജ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഗൗരവമായ സാഹചര്യം, ശ്രീ ഭാസുരേന്ദ്രബാബു നിരീക്ഷിച്ചതുപോലെ വളരെ വലിയ ആഭ്യന്തര സംഘർഷം, ആന്തരിക വൈരുദ്ധ്യങ്ങൾ ഒക്കെ കൂട്ടിമുട്ടുന്നു UDF-നുള്ളിൽ എന്നുള്ളതാണ്. അതിനേക്കാൾ പ്രസക്തമാണ് കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പിസവും ഗ്രൂപ്പ് സമവാക്യവും മാറി മറിയുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങൾ ഉണ്ടാക്കുന്നത്. സമഗ്ര വിവരങ്ങളാണ് MR സജേഷും നൽകിയത്. ഇടവേളയിലേക്ക്